ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചൈനീസ് വാൾ മോഡലിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി റിലേറ്റഡ് മോഡൽ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ 3 ടൈപ്പ് ഓഫ് മോഡൽസിനെ കുറിച്ച് പ്രീവിയസ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെക്യൂരിറ്റി മോഡലുകളാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സെക്യൂരിറ്റി മോഡലാണ് ചൈനീസ് വാൾ മോഡൽ. ചൈനീസ് വാൾ മോഡൽ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രിറ്റി പോളിസി ബട്ട് ആൻ ആക്സസ് കൺട്രോൾ പോളിസി, ആക്സസ് കൺട്രോൾ കോൺഫിഡൻഷ്യാലിറ്റി പോളിസി. അപ്പോൾ നമ്മൾ പ്രീവിയസ് മോഡൽസ് എല്ലാം ഒന്നുകിൽ അത് കോൺഫിഡൻഷ്യാലിറ്റി മാത്രം അച്ചീവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി മാത്രം അച്ചീവ് ചെയ്യുന്നതാണ്. ഹിയർ വി യൂസ് ആൻ ആക്സസ് കൺട്രോൾ പോളിസി. ആക്സസ് കൺട്രോൾ പോളിസി മീൻസ് ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം, അതിനൊരു പ്രത്യേക റൈറ്റുകളുണ്ട്. ദാറ്റ് മീൻസ് ഒരു സബ്ജക്റ്റ് മീൻസ് ഒരു യൂസർ ക്യാൻ ആക്സസ് വിച്ച് ഒബ്ജക്റ്റ്, ഏതൊക്കെ ഒബ്ജക്റ്റിനെ നമുക്ക് യൂസറിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസർ ക്യാൻ റീഡ് വിച്ച് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ യൂസർ ക്യാൻ റൈറ്റ് വിച്ച് ഒബ്ജക്റ്റ്. അങ്ങനെ നമ്മളൊരു ടേബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, ചൈനീസ് വാൾ മോഡൽ വിച്ച് അഡ്രസ്സസ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രോബ്ലം. കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് പ്രോബ്ലം, അത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ 2-3 ബേസിക് കാര്യങ്ങൾ പറയണം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി പോളിസി ബിൽഡ്സ് ഓൺ 3 ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്ട്സ്, സെക്കൻഡ് വൺ ഈസ് കമ്പനി ഗ്രൂപ്പ്, ആൻഡ് തേർഡ് വൺ ഈസ് കോൺഫ്ലിക്റ്റ് ക്ലാസ്സസ്. ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് ഈസ് സച്ച് ആസ് ഫയൽസ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫയൽസ് ആണ്. ഒബ്ജക്ട്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ഓൺലി വൺ കമ്പനി. ഒരു കമ്പനീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഫയലുകളാണ് ഒബ്ജക്റ്റുകൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പനി ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ഒബ്ജക്ട്സ് കൺസേണിങ് എ പർട്ടിക്കുലർ കമ്പനി. ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ വരുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ കമ്പനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നത്. ഹിയർ ഡയലോഗ് ഈസ് എ കമ്പനി നെയിം, മൊബിറ്റൽ ഈസ് അനദർ കമ്പനി നെയിം, എയർടെൽ ഈസ് അനദർ കമ്പനി നെയിം. ഓക്കെ, അപ്പോൾ കമ്പനി ഗ്രൂപ്പ് മീൻസ് എയർടെൽ ഈസ് എ കമ്പനി ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കണ്ടെയ്ൻ സം ഒബ്ജക്ട്സ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് റിലേറ്റഡ് ടു ദി പർട്ടിക്കുലർ കമ്പനി എയർടെൽ. Next point is conflict classes. Conflict classes means cluster the groups of objects for competing companies. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിലുള്ള ഒരു കളക്ഷനെയാണ്. ഹിയർ ഇത് ഡയലോഗ്, മൊബിറ്റൽ, എയർടെൽ ഇതെല്ലാം റിലേറ്റഡ് ടു മൊബൈൽ ഫോണിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. നെക്സ്റ്റ് ഇസ് ദി കോൺഫ്ലിക്റ്റ് ക്ലാസ്. കോൺഫ്ലിക്റ്റ് ക്ലാസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഫോർ കോമ്പറ്റിംഗ് കമ്പനീസ്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിലുള്ള ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡയലോഗ്, മൊബിറ്റൽ, എയർടെൽ ഇതെല്ലാം മൊബൈൽ ഫോണിൻ്റെ കോമ്പറ്റിംഗ് ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് ക്ലാസ്സസ്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ് സെൻട്രൽ ബാങ്ക്, HNB, HSBC അങ്ങനെയുള്ളത്. അപ്പോൾ അതെല്ലാം ഒരു കോൺഫ്ലിക്റ്റ് ക്ലാസ്സിൽ വരുന്നതാണ്. അനദർ കോൺഫ്ലിക്റ്റ് ക്ലാസ് ഈസ് മൈക്രോസോഫ്റ്റ്. അവിടെ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചൈനീസ് വാൾ മോഡൽ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്നതെന്ന് പറയാം. വി ഹാവ് എ സിമ്പിൾ ആക്സസ് കൺട്രോൾ പോളിസി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആക്സസ് എ ഫയൽ ഫ്രം ഡയലോഗ് എന്നുള്ള ഒരിടത്ത് നിന്ന് നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്യുവാണെങ്കിൽ you can subsequently will be blocked from accessing the files from Mobitel or Airtel. അതായത് ഒരു ഡയലോഗിൽ നിന്ന് ഒരു ഫയൽ നമ്മൾ ആക്സസ് ചെയ്യുവാണ് എങ്കിൽ പിന്നെ നമുക്ക് മൊബിറ്റലിൻ്റെയോ എയർടെലിൻ്റെയോ ഒരു ഫയൽസും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ചൈനീസ് വാൾ മോഡലിൻ്റെ പ്രധാന പ്രോപ്പർട്ടി. ഇനി അതെങ്ങനെയാണ്, എന്താണെന്ന് ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഇഫ് യു വാണ്ട് എനി ഇൻഫർമേഷൻ ഫ്രം any company, but once you access the information, you are no longer allowed to access the information from another company within that class of companies. അപ്പോൾ നമുക്കൊരു കമ്പനിയുടെ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സസ് ചെയ്തു. ദെൻ അങ്ങനെയാണ് എങ്കിൽ
യു ആർ നോ ലോങ്ങർ അലൗഡ് ടു ആക്സസ് ഇൻഫർമേഷൻ ഫ്രം അനദർ കമ്പനി. വേറൊരു കമ്പനിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു കമ്പനി മീൻസ് വിത്തിൻ ദ ക്ലാസ് ഓഫ് കമ്പനി, വിത്തിൻ ദ ആ ക്ലാസ്സിൽ വരുന്നതേ ആക്സസ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. അതായത് ഇപ്പോൾ യൂസർ 1 wants to communicate with അല്ലെങ്കിൽ wants to read a file from dialog. ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം. ദെൻ ദാറ്റ് യൂസറിന് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, മൊബിറ്റലും എയർടെല്ലിൽ നിന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ യൂസർ ക്യാൻ റീഡ് എ ഫയൽ ഫ്രം സെൻട്രൽ ബാങ്ക്. ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, ഒരാൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ്, ഇത് മൂന്നും കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ ഏതെങ്കിലും ഒരിടത്തു നിന്ന് റീഡ് ചെയ്യാം. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് ക്ലാസ്സിലുള്ള 2 കമ്പനീസിൽ നിന്നും റീഡോ റൈറ്റോ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ചൈനീസ് വാൾ മോഡലിൻ്റെ മെയിൻ പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ ദാറ്റ് മീൻസ് ചൈനീസ് വാൾ മോഡൽ ഈസ് മെയിൻലി ഫോക്കസ് ഓൺ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് COI. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. COI means conflict classes contain CDs of competitive companies. CDs means company data set. Okay. Then how it works? എങ്ങനെയാണ് ഈ ചൈനീസ് വാൾ മോഡൽ വർക്ക് ചെയ്യുന്നത്? യൂസേഴ്സ് ഹാവ് നോ വാൾ ഇനീഷ്യലി യൂസേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ഇല്ല. വൺസ് എനി ഗിവൺ ഫയൽ ഈസ് ആക്സസ്ഡ്, ഒരു തവണ ഒരു ഫയൽ ആക്സസ് ചെയ്തു, ദെൻ ഫയൽസ് വിത്തിൻ ദ കോമ്പറ്റീറ്റർ ഇൻഫർമേഷൻ ബിക്കം ഇൻആക്സസിബിൾ. അതായത് ഡയലോഗ് എന്നുള്ളൊരു കമ്പനിയിൽ നിന്നും യൂസർ ഒരു ഫയൽ ആക്സസ് ചെയ്താൽ പിന്നെ അപ്പം തന്നെ യൂസറിന് പിന്നെ എയർടെല്ലിൽ നിന്നോ മൊബിറ്റലിൽ നിന്നോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വോൾ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഹിയർ ദിസ് ഈസ് ദ യൂസർ ആൻഡ് ബാങ്ക് എ, ബാങ്ക് ബി. ദ യൂസർ ക്യാൻ ആക്സസ് ഓർ റീഡ് ദ ബാങ്ക് എസ് ഇൻഫർമേഷൻ. അങ്ങനെയാണ് എങ്കിൽ യൂസറിന് ബാങ്ക് എയിലെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ യൂസർ ക്യാനോട്ട് റീഡ് ഇൻഫർമേഷൻ ഫ്രം ബാങ്ക് ബി. അപ്പോൾ അവിടെ ദർ ഇസ് എ വേൾ ഇൻ ബിറ്റ്വീൻ ബാങ്ക് എ ആൻഡ് ബാങ്ക് ബി. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ചൈനീസ് വാൾ മോഡൽ എന്ന് പറഞ്ഞത്. എ വാൾ ഈസ് ഡിഫൈൻഡ് ബൈ എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് എൻഷുവേഴ്സ് നോ സബ്ജക്റ്റ് ഫ്രം വൺ സൈഡ് ഓഫ് ദി വാൾ ക്യാൻ ആക്സസ് ദ ഒബ്ജക്റ്റ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി വാൾ. ഒരു സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്താൽ മറ്റേ സൈഡിലേക്ക് ആക്സസ് പെർമിഷൻ ഇല്ല. ഇവിടെ യൂസർ ബാങ്ക് എയിലുള്ള ഒരു ഡേറ്റ ആക്സസ് ചെയ്താൽ പിന്നെ യൂസർ cannot ആക്സസ് ദ ഡേറ്റ ഫ്രം ബാങ്ക് ബി. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോപ്പർട്ടി ഓഫ് ദി ചൈനീസ് വാൾ മോഡൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഗർ ഷോസ് ഹിയർ ഇസ് ദ സം എക്സാമ്പിൾ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ദെൻ അതിൻ്റെ അടുത്ത് ഓരോന്ന് കാണിച്ചേക്കുവാണ്. അപ്പോൾ ഏറ്റവും ബോട്ടം ലെയർ ഈസ് ദ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് ആണ് ബോട്ടം ലെയർ. ABCDEFGHI ആർ ദി ഒബ്ജക്ട്സ്. ദെൻ തൊട്ട് മുകളിലായിട്ട് ബാങ്ക് എ, ബാങ്ക് ബി, ഗ്യാസ് എ, ഓയിൽ ബി. ദീസ് ആർ ദി കമ്പനി ഡേറ്റാ സെറ്റ്. കമ്പനി ഡേറ്റാ സെറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ്. ബാങ്ക് എ contains 3 objects A, B, C. Bank B contains D and E. Okay, likewise. Then അതിന് തൊട്ട് മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലാസ് ആണ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലാസ് ദാറ്റ് ഈസ് CI1, CI2, CI3. ഒരേ പോലെയുള്ള കമ്പനീസിനെ കണക്ട് ചെയ്തിട്ടാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലാസ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ബാങ്ക് എയും ബാങ്ക് ബിയും ബാങ്ക് എന്നുള്ള ഒരേ ഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് അതിനെ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് ഇട്ടു. ദാറ്റ് ഈസ് CI1. ദെൻ ഗ്യാസ് എ, അവിടെ ഗ്യാസിന് ബന്ധപ്പെട്ട് ഗ്യാസ് എ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് CI2. ദെൻ നെക്സ്റ്റ് ഓയിൽ എന്നുള്ള കമ്പനി, അവിടെ ഓയിൽ എയും ഓയിൽ ബിയും ഉണ്ട്. അത് രണ്ടുകൂടി ഒന്നിച്ച് ചേർത്ത് CI3 എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ക്ലാസ് ആക്സസ് ഉണ്ടാക്കി. ഇനി ഇതിന് ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ABC ക്യാൻ ആക്സസ് ബാങ്ക് എ. ഇപ്പോൾ ബാങ്ക് എ എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ഒരു കമ്പനിയെ ആക്സസ് ചെയ്താൽ ദെൻ ABCക്ക് cannot ആക്സസ് ബാങ്ക് ബി. അതേപോലത്തെ ഉള്ള കമ്പനിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഗ്യാസ് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ആർക്കും ആക്സസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അടുത്തത് ഓയിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ജോൺ ഹാസ് ആക്സസ് ടു ബാങ്ക് എയും ഓയിൽ എയും ആണ് ജോൺ ആക്സസ് ചെയ്യുന്നത്. ദെൻ ജോണിന് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റില്ല? ബാങ്ക് എ ആക്സസ് ചെയ്തുകൊണ്ട് ബാങ്ക് ബി എന്താണെങ്കിലും പറ്റില്ല. ഓയിൽ എ ആക്സസ് ചെയ്തുകൊണ്ട് ഓയിൽ ബി പറ്റില്ല.
നെക്സ്റ്റ് ഫിഗറിൽ ജെയിൻ ഹാസ് ആക്സസ് ടു ബാങ്ക് എയും ഓയിൽ ബിയും. ബാങ്ക് എയും ജെയിന് ആക്സസ് ചെയ്യാൻ ബാങ്ക് എ ഓയിൽ ബി. അങ്ങനെയാണെങ്കിൽ ജെയിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? ബാങ്ക് ബിയും ഓയിൽ എയും. കാരണം സെയിം കമ്പനിയിൽ വരുന്നത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടെ. ദർ ആർ ടു തിങ്സ് that are always associated with the name of object. First one is company data set and second one is conflict of interest class. Okay, next ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ആണ്. നമ്മളെല്ലാത്തിനകത്തും എല്ലാ മോഡൽസിനകത്തും ആ മോഡൽസിനകത്ത് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പേര് ബെല്ലാപാഡില മോഡലിൽ അതേ രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റാർ പ്രോപ്പർട്ടി. അപ്പോൾ അതെന്താണെന്ന് പറയാം. The two rules are used in the case of Chinese world model. First one is simple security property. Simple security property means a subject S can read an object O only if ഒരു സബ്ജക്റ്റിന് എസിന് ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പം മാത്രമാണ്? O is in the same data set as an object already accessed by S. എസ് ഓൾറെഡി ആക്സസ് ചെയ്ത സെയിം ഡേറ്റാ സെറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ എസ് ഡയലോഗ് എന്നുള്ളൊരു കമ്പനിയിലെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്തു എങ്കിൽ ദെൻ ഇനിയൊരു എസ്സിന് ഡയലോഗ് എന്നുള്ള സെയിം ഡേറ്റാ സെറ്റിലെ ഒബ്ജക്റ്റിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അനദർ കമ്പനി ആയിട്ടുള്ള മൊബിടെലിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. Second property, S has not read any objects in COI. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലാസ്സിൽ വരുന്ന ഒന്നിനെയും സബ്ജക്റ്റിന് റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. അതായത് ഡയലോഗിൽ നിന്ന് ഒരു ഫയൽ ആക്സസ് ചെയ്യുന്ന ഒരു യൂസറിന് മൊബിടെലിൽ നിന്നോ എയർടെലിൽ നിന്നോ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി. Second one is star property rule. Star property means a subject S can write an object O only if. റൈറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒരു സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് ഒന് റൈറ്റ് ചെയ്യാം ഓൺലി ഇഫ് എസ് ക്യാൻ റീഡ് ഒ അക്കോർഡിംഗ് ടു സിമ്പിൾ സെക്യൂരിറ്റി റൂൾ. എസ്സിന് റീഡ് ചെയ്യുന്നത് ആരെയാണ്? അക്കോർഡിംഗ് ടു ദി സിമ്പിൾ സെക്യൂരിറ്റി റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇവിടെ ഈ സെക്കൻഡ് പോയിൻ്റാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എസ് ക്യാൻ റൈറ്റ് ആൻ ഒബ്ജക്റ്റ് ഇഫ് ഓൾ ദി ഒബ്ജക്ട്സ് ഇറ്റ് ക്യാൻ റീഡ് ആർ ഇൻ ദ സെയിം ഡേറ്റാ സെറ്റ്. എസ് മീൻസ് സബ്ജക്റ്റ് ക്യാൻ റൈറ്റ് ആൻ ഒബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിന് ഒരു ഒബ്ജക്റ്റിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ഇഫ് ഓൾ ദ ഒബ്ജക്ട്സ് ഇറ്റ് ക്യാൻ റീഡ് ആർ ഇൻ ദ സെയിം ഡേറ്റാ സെറ്റ്. അതെന്താണെന്ന് പറയാം ഒരു എക്സാമ്പിളിലൂടെ. നമ്മുടെ കയ്യിൽ ആലീസ് ബോബ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു സെയിം കമ്പനിയാണെന്ന് വിചാരിക്കുക. ആലീസ് ക്യാൻ റീഡ് ഒബ്ജക്ട്സ് ഇൻ സിറ്റി ബാങ്കിലെ കമ്പനി ഡേറ്റാ സെറ്റിലെയും റീഡ് ചെയ്യാം. ഷെൽ എന്നുള്ള വേറൊരു കമ്പനിയുണ്ട്, അവിടുത്തെ ഡേറ്റയും റീഡ് ചെയ്യാം. അപ്പോൾ ആലീസിന് രണ്ടുപേരെ റീഡ് ചെയ്യാം. ഒന്ന് സിറ്റി ബാങ്ക്, രണ്ടാമത്തെ ഷെല്ല്. അനദർ ബോബിനെ റീഡ് ചെയ്യാൻ പറ്റുന്നത് ബാങ്ക് ഓഫ് അമേരിക്കയും ഷെല്ലും. അപ്പോൾ ഇവിടെ രണ്ടു പേർക്കും കോമൺ ആയിട്ട് എന്തുണ്ട്? ഷെല്ലിൻ്റെ ഡേറ്റ റീഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇഫ് ആലീസ് കുഡ് റൈറ്റ്, ആലീസ് റൈറ്റ് ചെയ്യാൻ പോവാം ഷെല്ലിലേക്ക്. ആലീസിന് റൈറ്റ് ചെയ്യാം ഷെല്ലിലേക്കാണ്. കാരണം ആലീസിന് റീഡ് ചെയ്യാനും പറ്റും റൈറ്റ് ചെയ്യാനും പറ്റും ഷെല്ലിലേക്ക്. അപ്പോൾ പക്ഷേ ആ റൈറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണ്? സിറ്റി ബാങ്കിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഇഫ് ആലീസ് കുഡ് റൈറ്റ് ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഫ്രം സിറ്റി ബാങ്ക് ഒബ്ജക്റ്റ്. ആലീസിന് സിറ്റി ബാങ്കും ഷെല്ലും റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീഡ് ചെയ്തപ്പോൾ ആലീസ് എന്ത് ചെയ്തു? ആ റീഡ് ചെയ്ത ഡേറ്റ സിറ്റി ബാങ്കിൻ്റെ ഡേറ്റ ഷെല്ലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവാം. ഇഫ് ആലീസ് കുഡ് റൈറ്റ് ഇൻഫർമേഷൻ ഫ്രം സിറ്റി ബാങ്ക്സ് ഡേറ്റ ടു ഷെൽ CD. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദെൻ ബോബ് ക്യാൻ റീഡ് ഇറ്റ്. ബോബിന് അത് റീഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ആലീസ് റൈറ്റ് ചെയ്തത് എന്താണ്? സിറ്റി ബാങ്കിൻ്റെ ഇൻഫർമേഷൻ ഷെല്ലിലേക്ക് റൈറ്റ് ചെയ്തു. ആ റൈറ്റ് ചെയ്ത് സേവ് ചെയ്തപ്പോൾ ബോബിന് അത് റീഡ് ചെയ്യാൻ പറ്റും. കാരണം ബോബിന് ഷെല്ലിൻ്റെ ഡേറ്റ കംപ്ലീറ്റ് റീഡ് ചെയ്യാം. അപ്പോൾ ഷെല്ലിലിരിക്കുന്ന ഇപ്പോഴത്തെ ഡേറ്റ എന്താണ്? സിറ്റി ബാങ്കിൻ്റെ ഇൻഫർമേഷനാണ്. പക്ഷെ ബോബിന് ശരിക്കും നേരിട്ട് സിറ്റി ബാങ്കുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ ആലീസ് വഴി കണക്ഷൻ വന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്
പ്രോബ്ലമാണ്. ഹെൻസ് ബോബി ക്യാൻ ഇൻഡയറക്ട്ലി റീഡ് ഇൻഫർമേഷൻ ഫ്രം സിറ്റി ബാങ്ക്. ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി റീഡ് ചെയ്തു. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി പറഞ്ഞത്. എസ് ക്യാൻ റൈറ്റ് ആൻ ഒബ്ജക്റ്റ് ഇഫ് ഓൾ ദ ഒബ്ജക്ട്സ് ഇറ്റ് ക്യാൻ റീഡ് ഇൻ ദ സെയിം ഡേറ്റാ സെറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ അതായത് ആലീസിന് റീഡ് ചെയ്യാൻ പറ്റുന്നത് സിറ്റി ബാങ്കും ഷെല്ലും ആണ് എങ്കിൽ ബോബിനും സിറ്റി ബാങ്കും ഷെല്ലും ആയിരുന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആലീസിന് ഷെല്ലിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആലീസിൻ്റെയും ബോബിൻ്റെയും റീഡിങ് ഒബ്ജക്ട്സ് രണ്ടും ഒന്നാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആലീസ് ഓർ ബോബ് ക്യാൻ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് ആണ് രണ്ടുപേരും റീഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എസ് ക്യാൻ റൈറ്റ് ആൻ ഒബ്ജക്റ്റ് ഇഫ് ഓൾ ദി ഒബ്ജക്ട്സ് ഇറ്റ് ക്യാൻ റീഡ് ആർ ഇൻ ദി സെയിം ഡേറ്റാ സെറ്റ്. അവർ റീഡ് ചെയ്യണത് രണ്ടും എന്തിലായിരിക്കണം, സെയിം ഡേറ്റാ സെറ്റിലേ ആയിരിക്കണം. അപ്പോൾ ആലീസും ബോബും രണ്ടുപേരും സിറ്റി ബാങ്കും ഷെല്ലും ആയിരുന്നു റീഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ അതാണ് സ്റ്റാർ പ്രോപ്പർട്ടി റൂൾ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി റൂളും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ചൈനീസ് വാൾ മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ചൈനീസ് വാൾ മോഡലിനെ കുറിച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. താങ്ക് യു.